ഞാൻ എപ്പോഴും പ്രസംഗിക്കും പറയും 7 കൂട്ടം കാര്യം അമ്മമാര് പെൺപിള്ളേരെ ശീലിപ്പിക്കണമെന്നാ. 7 കൂട്ടം കാര്യം. ഒന്ന് വായിച്ചു, സന്ദർഭം വന്നുകൊണ്ട തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചു. തീത്തോസ് 2:1 മുതൽ. ആ രാജനെ വിളിച്ചേ തമാച്ചമ്പല്ലോ വന്നു അല്ല. ഉപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. വൃദ്ധന്മാർ നിർമ്മതവും വൃദ്ധന്മാർ നിർമ്മലവും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണമെന്നും വൃദ്ധമാരും വൃദ്ധ അമ്മ മാതാവ് വൃദ്ധ എന്നുള്ള പ്രയോഗമാണെങ്കിലും അമ്മ എന്നെടുത്തു. വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും പിന്നെ ഏഷണി പറയാത്തവരും വീഞ്ഞിനെ അടിമപ്പെടാത്തവരും ആയിരിക്കണമെന്നും പിന്നെ ദൈവത്തിന്റെ വചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരിത്തികളെ ഇങ്ങോട്ട് നോക്കിക്കേ. ഷൂപാസ് വായിച്ചു തരുന്നതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇപ്പൊ എന്നെ നോക്ക്. നിങ്ങൾക്ക് ഞാൻ അവസരം തരാം. മുകളിൽ പറയാ വൃദ്ധമാർ എന്ന് പറഞ്ഞ അമ്മമാര്. ഇപ്പൊ വായിക്കാം യൗവനക്കാരിത്തികളെ പെൺപിള്ളേര്. അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചോ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷ. അമ്മമാര് പെൺപിള്ളേര് അങ്ങനെ ചിന്തിക്കണം. മുകളിൽ പറഞ്ഞു വൃദ്ധമാർ, താഴെ പറയാ യൗവനക്കാരത്തികളെ. നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ അമ്മമാര് പെൺപിള്ളേര്. യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും. 1 ഭർത്തൃപ്രിയമാരും, 2 പുത്രപ്രിയമാരും, 3 സുബോധമുള്ളവരും, 4 പാതിവൃത്യമുള്ളവരും, 5 വീട്ടുകാര്യം നോക്കുന്നവരും, 6 ദയയുള്ളവരും, ഭർത്താക്കന്മാർക്ക് 7 ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന്. ഇങ്ങോട്ട് നോക്കിക്കേ, കുനിഞ്ഞു കിടക്കരുത്. ഇനിയിപ്പോ കുറച്ചു നേരത്തേക്ക് നിങ്ങൾ വായിക്കണ്ട, ശിവപാസ് വായിച്ചു തരും. എന്നിട്ട് നിങ്ങൾക്ക് വായിക്കാൻ ഞാൻ വേറെ വാക്യം തരാം. എന്താ? ചാടിക്കയറി വായിക്കരുതേ. അപ്പോൾ അമ്മമാര് പെൺപിള്ളേര് 7 കൂട്ടം കാര്യം ശീലിപ്പിക്കേണ്ടതിന്. അങ്ങനെ എഴുതിയേക്കുന്നത്. അങ്ങനെ അപ്പൊ ഇത് നേരത്തെ ശീലിച്ചു വരുന്നതല്ല. ശീലിപ്പിക്കണം. ആര് ശീലിപ്പിക്കണം? അമ്മമാര് ശീലിപ്പിക്കണം. ആരെ ശീലിപ്പിക്കണം? മക്കളെ പെൺപിള്ളേരെ ശീലിപ്പിക്കണം. ഞാൻ ഇന്ന് അതെല്ലാം കൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ ചിലര് വൈകിട്ട് യോഗത്തിന് വരികയല്ല. ചിലര് മിക്കവാറും ഇനി ഉപവാസ പ്രാർത്ഥനയ്ക്കും വരാൻ സാധ്യത കുറവാണ്. ചിലര് ഓൺലൈനിൽ നിന്നും പോകാൻ സാധ്യത ഉണ്ട്. ഉള്ളവർ മതിയെന്നാ ശിനിപ്പാസ് പറഞ്ഞത്. ആയിക്കോട്ടെ, ദൈവത്തിന് മഹത്വം. നിങ്ങൾ ചിന്തിക്കുന്നത് അയ്യോ ഞങ്ങൾ 5-8 സഹോദരിമാര് വന്നിരുന്നു, ഇയാൾ എന്ന് വന്നാലും ഞങ്ങളുടെ ഉച്ച തല്ലി പറിക്കാതെ. നിങ്ങളുടെ കാര്യം മാത്രമല്ല, അനേക സഹോദരിമാരുണ്ട്. അമ്മമാർക്കും പെൺപിള്ളേർക്കും എല്ലാം ഇത് ഗുണമാകണ്ടേ? ഇവിടെ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ അവസാനം പിന്നെ കിടന്ന് കുഴയാനാണെങ്കിൽ കുഴഞ്ഞ ആൾക്കാർ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ക്രമീകരണത്തിൽ വരണം. അതാണ് നടക്കേണ്ടത്. അപ്പൊ അമ്മമാര് പെൺപിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം. എന്തൊക്കെയാ? 1 ഭർത്തൃപ്രിയരാകാൻ അമ്മ പെൺപിള്ളേരെ ശീലിപ്പിക്കണം. ഞാനിത് ധാരാളം പ്രസംഗിച്ചിട്ടുള്ളതാ, എന്നാലും ഒന്നുകൂടെ പറയാ. ഭർത്തൃപ്രിയര് അത് അമ്മ ശീലിപ്പിക്കണം. എങ്ങനെ? ആദ്യം അമ്മ ഭർത്താവിനെ ബഹുമാനിച്ചും സ്നേഹിച്ചും ശുശ്രൂഷിച്ചും കീഴ്പ്പെട്ടും വിനയത്തോട് ഇടപെടുന്നത് മകള് കണ്ടു പഠിക്കണം. ഇത് അമ്മ കാലുമടക്കി ഭർത്താവിനെ അടിച്ച് കണ്ടത്തിൽ കിടക്കുക, അല്ലെ കനാലിൽ ഒറ്റ അടിക്കാള് കനാലിൽ കയറി വന്നപ്പോൾ അടുത്ത കാലിന് ഒരു അടിയും കൂടെ. അത് ആ മകള് കണ്ട് പഠിച്ചേക്കുന്നത്. മിണ്ടുന്നില്ലല്ലോ. അമ്മ ഒറ്റ അടിക്ക് കനാലിലിട്ട് പുള്ളിയെ. പിന്നെ അപ്പുറത്തെ അച്ചായനാ പുള്ളിയെ വലിച്ച്
കയറ്റി 2 ദിവസം പുള്ളിയുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. ഇത് കണ്ട മോള് കൊച്ചിലെ പണ്ടൊരു വീട്ടിൽ കല്യാണം ആലോചിക്കാൻ ചെന്നപ്പം ചോദിച്ചു, എവിടെ പോവാ? ഞങ്ങളാണ്ട് ആ വീട്ടിൽ കല്യാണം ആലോചിക്കാൻ. അവിടുത്തെ പെണ്ണിനെ. ഏത് വീടാ? ഇന്ന വീട്. ഓ, എങ്ങനെയുണ്ട് ആൾക്കാർ? വന്നവർ ചോദിക്കുക. അങ്ങനെ സ്വാഭാവികമാണല്ലോ ചോദിക്കല്, എങ്ങനെയുണ്ട് അവർ? പിന്നെ അയലത്തുകാരൻ പറയാ, ആ തോടുള്ളത് കൊണ്ട് അവിടുത്തെ അച്ചായൻ രക്ഷപ്പെടുന്നെന്ന്. മുന്നിലൊരു വലിയ തോടുണ്ട്. ഈ തള്ള നല്ലാൻ വരുമ്പോൾ പുള്ളി നീട്ടി ചാടും തോട്ടിലോട്ട്. തോട്ടോടെ അടി പുള്ളി ഉണ്ടയിട്ട് അടി. പിന്നെ തള്ളി അരിശം കയറി പോകുമ്പോൾ അയാൾ പയ്യെ പൊങ്ങി വന്ന് നോക്കും, അവൾ പോയോന്ന്, മേരി പോയോന്ന്. ഈ അടുത്ത കാലത്ത് ഒരു സഹോദരി എന്നോടല്ലെങ്കിലും പറയുന്നത് ഞാൻ കേട്ടു. ആദ്യ സമയത്തൊക്കെ ഞാൻ തല്ലുകൊള്ളുമായിരുന്നു, ഇപ്പൊ ഞാൻ തിരിച്ചു തല്ലുവന്ന്. അയ്യോ, ഞാൻ കള്ളം പറഞ്ഞതല്ല. ആദ്യ സമയത്തൊക്കെ ഞാൻ തല്ലുകൊള്ളുമായിരുന്നു, ഇപ്പൊ ഞാൻ തിരിച്ചാ കൊടുക്കുന്നെന്ന്. പിന്നെ നടന്ന കാര്യമാണ്. സ്തോത്രം. സ്ഥലവും പേരും ഒന്നും ഞാൻ പറയത്തില്ല, എനിക്ക് വളരെ തിട്ടമുള്ളതാ. നിന്നെ ഞാനൊന്ന് ശരിയാക്കുമെന്നും പറഞ്ഞ് പുള്ളി അകത്തോട്ട് കയറും. തല്ല് മേടിക്കുന്നെല്ലാം പുള്ളി തന്നെ. പുള്ളി തിരിച്ചു, കുറെ നാളായി ഞാൻ വേണ്ടെന്ന് പുള്ളി തന്നെ തല്ല് മേടിച്ചുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങുന്നത്. അവളത് നല്ല താങ്ങ് കുറെ നാളായി ഞാൻ. 2 പേര് ഇപ്പോഴും ഉണ്ട്. സ്തോത്രം. അപ്പൊ അമ്മമാരിന്നാ ഇതെല്ലാം പഠിക്കേണ്ടത്. അമ്മ ശീലിപ്പിക്കണം, ഭർത്തൃപ്രിയരാകാൻ ശീലിപ്പിക്കണം. രാവിലെ എഴുന്നേറ്റ ഉടനെ അമ്മ പറയണം, എടി ചായന് കാപ്പി കൊണ്ട് കൊടുക്കാൻ പറയണം. ചാൻ കുടിച്ചതുവാ. അയാൾ പെരക്കി വിറ്റ് നിനക്ക് തങ്ക കാപ്പി താടി പിന്നെ കൂപ്പി. ഇത് അമ്മ ശീലിപ്പിക്കണം. രാവിലെ കാപ്പി ഇട്ട ഉടനെ എടി ചായന് കൊണ്ട് കൊടുക്കാൻ പറയണം. വേണ്ടേ? അത് കണ്ട് ശീലിച്ചാൽ ഈ പെൺകുട്ടിക്ക് ദൈവം ആയുസ്സും ആരോഗ്യം കൊടുത്തൊരു കുടുംബത്തിൽ പ്രവേശിക്കുമ്പോൾ അവൾ ആദ്യം കാപ്പിയിട്ട് ചെല്ലി എന്തിക്കാം. പിന്നെ ഞാൻ കാപ്പി കൊടുക്കാൻ, ഞാൻ വിഷം കൊടുക്കാനിരിക്കുക, എന്നോട് ചെയ്തതും കഷായം. കാപ്പി കൊടുക്കാനിരിക്കുക, എന്നോട് പ്രവർത്തിച്ച് തോർത്താ ഞാൻ പനാമർ കലക്കി ഇയാൾക്ക്. ഞാൻ എന്ന് ഇച്ചിരി ഗുണദോഷം പറയട്ടെ. നിങ്ങളുടെ അഭിപ്രായം പറ. ആട്ടെ, നിങ്ങൾ പിന്നെ പറയരുത് ഒന്ന് വചനമൊന്നും. ഗുണദോഷം. സ്തോത്രം. ഇവിടെ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, ഓൺലൈനിലുള്ള അനേകർക്ക് അത് പ്രയോജനമാകണം. നമ്മൾ ആരും പൂർണ്ണരല്ല, എല്ലാം തികഞ്ഞല്ല ഈ ഭൂമിയിലോട്ട് വന്നിരിക്കണം. ഓരോ ദിവസവും നമ്മുടെ ജീവിതം ക്രമീകരിക്കുക. സ്തോത്രം അല്ലേ? അപ്പൊ അമ്മയിൽ നിന്നാണ് ഇത് പഠിക്കുന്നത്. പണ്ടൊക്കെ അമ്മമാര്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടല്ലേ, ഞാൻ പഴയ രീതി വെച്ചാൽ കൂടുതലും പറഞ്ഞത്, പണ്ടൊക്കെ വീട്ടിൽ ഭക്ഷണം അന്നൊക്കെ പരാധീനതയും ബുദ്ധിമുട്ടും ഒക്കെ അല്ലേ. അപ്പൊ അമ്മ അന്നൊക്കെ ഒരു കൂട്ടാനേ കാണുള്ളൂ മിക്ക വീട്ടിലും. സാധാരണക്കാരുടെ വീട്ടിൽ ഒരു കൂട്ടാൻ. ഞങ്ങളുടെ കഞ്ഞിയമ്മ മിടുക്കിയായിരുന്നു. പുള്ളിക്കാർ വലിയ മിടുക്കിയ. ഈ അപ്പനെ ഇടയ്ക്ക് കുടിച്ചേച്ച് വന്ന് ബഹളം ഉണ്ടാക്കും. കഞ്ഞിയമ്മേനെ തല്ലത്തില്ല, തല്ലാൻ സാധ്യത കുറവാ. അപ്പം പുള്ളി ബഹളം ഉണ്ടാകും. പുള്ളിക്ക് 2-3 കൂട്ടാൻ കറി വേണം. കൂട്ടാൻ 2-3 ഇത് വേണം. കഞ്ഞമ്മ എന്നോട് പറഞ്ഞതാ, ഞാൻ ചെയ്യുന്നത് ഉണക്കമീനും ചേമ്പും എല്ലാം കൂടെ ചാറ് വെക്കും. പുള്ളി കുടിച്ച പഴുവക്കേടില്ല വരുന്നത്. പുള്ളി ചേമ്പെല്ലാം കൂടെ ഒരു പ്ലേറ്റിനകത്ത് വെക്കും, പീലീസിനകത്ത്. ഉണക്കമീനും ചേമ്പും ചാറും കൂടെ ഒരു പീലീസിൽ വെക്കും. ഉണക്കമീനും ചാറും കൂടെ ഒരു ചട്ടിന്നാ.
അപ്പൊ പുള്ളി ഇതെല്ലാം കഴിച്ചു പറയും, എൻ്റെ ഭാര്യയാണ് മിടുക്കി, അവൾ എൻ്റെ ഇഷ്ടം അനുസരിച്ചാ. അപ്പൊ അപ്പുറത്തെ കൊച്ചമ്മ ചോദിച്ചു, എന്തുവാന്ന് വെച്ചാൽ, എനിക്ക് 3 കൂട്ടാൻ കൊണ്ടുവരാൻ ഞാൻ കഴിക്കും, അവൾ എന്നും 3 കൂട്ടാൻ എനിക്ക് തരും, ഒരു ചട്ടിന്നാ. അപ്പൊ ഞങ്ങളുടെ കഞ്ഞിയമ്മ ആരാന്ന് പിടികിട്ടി കാണുമല്ലോ. ആ കഞ്ഞിയമ്മയുടെ കൊച്ചുമോനാ ഞാൻ. അല്ല, ചിലടത്ത് ബുദ്ധിയോടെ ചെയ്യേണ്ടത് ചെയ്യണ്ടേ, വിവേകം വേണ്ടേ? പണ്ട് നമ്മൾക്ക് വേണ്ടപ്പെട്ട അച്ഛൻ പറയും, ഓ മീൻ കൊടുത്താലും അവള് ചീരയെ കറി വെക്കുവുള്ളു. നാളെ ഞാൻ വാള കൊണ്ട് കൊടുത്തു, ചീര കറി വെച്ചു. പുള്ളി എപ്പോഴും ഇതാ. അപ്പൊ കേൾക്കുന്നവരൊക്കെ എനിക്കൂടി വാള കൊണ്ട് കൊടുത്തപ്പോ ചീര കറി വെച്ച്. ചോദിച്ചപ്പോഴാ ഭാര്യയുടെ പേര് ചീര എന്നാ. അവിടെ ഭാര്യയുടെ പേര് ചീരമ്മ. അതാ പുള്ളി പറയുന്നത്, ഓ വാള കൊണ്ട് കൊടുത്താലും ചീര, എന്ത് കൊടുത്താലും ചീര കറി വെക്കും. അപ്പൊ കൂട്ടുകാർ ചീര തന്നെ കൂട്ടുന്നത് എങ്ങനെ? അപ്പൊ ഒരാള് ബുദ്ധി, ചീര, അവിടെ പേര് ചീര എന്നാണ്, ചീരമ്മ. വിവേകത്തോടെ ചെയ്യണ്ടേ? അപ്പൊ അമ്മയിൽ നിന്നാണ് ഇതെല്ലാം പഠിക്കുന്നത്. എന്തുവാ? അപ്പൊ അമ്മ രാവിലെ എഴുന്നേറ്റ് കട്ടൻ ഇടുമ്പോ അടി അച്ചാന് കട്ടൻ കൊടുക്കാൻ പറയണം. ഞങ്ങളുടെ അമ്മ അന്ന് ഞങ്ങൾക്ക് എനിക്കൊന്ന് ചെറിയ കട്ടിലും ഒരു വലിയ കട്ടിലും ഉണ്ട്, അതൊക്കെ ഉള്ളു. പക്ഷെ അച്ചായൻ കിടക്കുന്ന കട്ടിലേൽ ഇരുത്തുകയില്ലായിരുന്നു അമ്മ. അതിന് ശാസ്ത്രീയ വശം എന്നാന്നും ഒന്നും എനിക്കറിയാൻ മേല. ആ കട്ടിലേലിരിക്കാൻ ഞങ്ങളുടെ അമ്മ, എന്നാടാ അപ്പം കിടക്കുന്ന നാട്ടിലേ കയറി കാലും വീശിയിരിക്കുന്നേ? അമ്മ ചോദിക്കുന്ന ഡയലോഗാ. ഇരുത്തുകയല്ല. ആ ചെല്ലനുണ്ട്, എനിക്ക് അത്ര കാല് വീശണ, ഞാൻ ആ കട്ടിലിട്ടിരുന്ന് കാല് വീശാൻ പറയും. ഞങ്ങളുടെ അമ്മ അങ്ങനെയായിരുന്നു, ഇരുത്തുകയല്ല. എന്നാ അമ്മ അടിക്കും. ഇന്നോ അപ്പനെ ഒരു കട്ടിലേലും കിടത്തുകയല്ല. പിന്നെ അപ്പൻ്റെ കട്ടില് അപ്പം പറയടി കട്ടിലേ പിന്നെ കട്ടിലെ എങ്ങാണ്ട് ചാർത്തിലെങ്ങാനും പോയി അയാളൊരു ചാക്ക് എടുത്തോണ്ട് ആ കുടുംബത്തിലെ കാരണവരിയ്ക്കുന്ന കസാരയെ വേറെ ആരെ ഇരുത്തുകയല്ല. ചില വീടുകളിൽ ചെല്ലുമ്പം ചാരു കസാര കാണും, അവിടുത്തെ കാരണവരിയ്ക്കുന്നതാ, ആരും ഇരിക്കുകയല്ല. ഞങ്ങള് ബഹുമാനപ്പെട്ട CV ജോൺ പാസ്റ്ററുടെ വീട്ടിൽ പോയി, അപ്പച്ചനിരിക്കുന്നൊരു കസാര. എൻ്റെ കൂടെ വന്നവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, മോശമല്ലയോ. അവിടെ 5-6 കസാര കൊണ്ടുപോകും, അതിലൊന്നും ഇരിക്കലും ഒരുത്തം കയറി ആ കസാര ഇരുന്ന്. അയ്യോ ഈ പോതക്കേടുകാര്. നല്ല പറ്റിയ ആളായിരുന്നു പൊടിയമ്മ. പൊടിയമ്മാമി അവിടെ ഉണ്ടായിരുന്നു. പൊടിയമ്മ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പം ഈ കൂടെ വന്നൊരുത്തൻ അപ്പച്ചനിരിക്കുന്ന കസാര. പൊടിയമ്മ ഒരു ഭാഷ പറഞ്ഞു, അവൻ പിന്നെ ഒരു കസാരയിലും ഇരുന്നില്ല. ഞാനത് വേണേ ലളിതമായിട്ട് പറയാം. പൊടിയമ്മ വെച്ചടാ, ഇത്രയും കസാര കിടന്നിട്ട് നീ അപ്പച്ചനിരിക്കുന്ന കസാര അങ്ങനല്ല പറഞ്ഞത്. ഇപ്പൊ നിങ്ങളുടെ ആഗ്രഹം എന്നതാ പൊടിയമ്മ പറഞ്ഞത്? യോഗം കഴിഞ്ഞ് പറയാം, മൈക്ക് കൂടെ പറയത്തില്ല. നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കണം, വേണ്ടേ? ശ്രദ്ധിക്കണം. നേരെ ആ വലിയ പെങ്ങനെ കസേര കിടന്ന് ആടുക. അങ്ങനെ ഇറങ്ങി വന്നപ്പം പുള്ളിക്കാത്താര, അയ്യോ എന്നെ വിവരദോഷികളൊക്കെയാന്ന. അതല്ലെങ്കിൽ അവര് പറയും ഇങ്ങോട്ടിരുന്നു, വേണ്ടേ? ഇതൊക്കെ എന്നാ ഇനിയും പഠിക്കുന്നേ? നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നോക്കണം, അതിൻ്റെ അന്തരീക്ഷം നോക്കണം, വേണ്ടേ? ഞങ്ങളുടെ വീട്ടിൽ ഒരു കസേര ഉണ്ട്. ഞാൻ ചിലരോട് ഇരിക്കാൻ പറഞ്ഞാൽ പോലും അവർ, എനിക്ക് ചന്ദ്രൻ മാസ്റ്ററൊക്കെ ഞാൻ പറയാം അങ്ങോട്ട് ഇരിക്കുക, ഇല്ലല്ലോ ഇരിക്കുകയല്ലെന്ന് പറയും, ഇരിക്കുകയല്ല. അതിന് നിങ്ങൾ ചോദിക്കുന്ന ജീവനുള്ള കസേരയാണോ എന്ന്. അതാ എൻ്റെ മാന്യത. ചന്ദ്രൻ മാസ്റ്റർ വീട്ടിൽ ഞാൻ ചെന്നാലും അദ്ദേഹം ഇരിക്കുന്ന കസേരയുണ്ട്, ഞാൻ ഇരിക്കരുത്. ചിലപ്പോൾ ദൈവദാസൻ എന്നുള്ള ബഹുമാനത്തിൽ പാസ് ഇരുന്നു എന്ന് പറയും,
അങ്ങനെ അതുപോലെ നിർബന്ധിച്ചാൽ വേറെ കസേരയുണ്ട് അവിടെ ഇരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ. പിന്നെ ഞാൻ പിന്നെ ചില വീടുകളിൽ ചെല്ലുമ്പോൾ എനിക്കാണ്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കസേര ആകുമ്പോൾ ഇരിക്കാനൊരു വണ്ണമൊക്കെ ഉള്ളത് കൊണ്ടേ, എന്നാലും ഉള്ളത് സഹകരിക്കും. അത് വേണം, വേണ്ടേ? ഇനി എന്നാ നമ്മളിതെല്ലാം പഠിക്കുന്നേ? സ്തോത്രം. അമ്മയിൽ നിന്നാ ഇതെല്ലാം. ഞങ്ങളുടെ അമ്മ, നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുക, അമ്മയുടെ വിചാരം തന്നെ ഇയാള് അയ്യോ വീട്ടിൽ നിന്നാ എല്ലാം പഠിക്കുന്നേ. വളരെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ഞാൻ ജീവിച്ചത്. പക്ഷെ അമ്മയുടെ ചിട്ട, ഞങ്ങളുടെ അച്ചായൻ രാവിലെ കള്ളുഷാപ്പിലെ ജോലിക്ക് സപ്ലയറാ പോകും. അപ്പം അച്ചായൻ്റെ കാര്യം മുഴുവൻ ക്രമീകരിച്ചേച്ച് അമ്മ ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്കും. അച്ചായന് ചൂടുവെള്ളത്തിൽ കുളിക്കണം. ഇന്നത്തെ പോലെ ഗ്യാസും ഒന്നുമില്ല. മിറ്റത്ത് അടുപ്പ് കൂട്ടിയിട്ടുണ്ട്, വലിയ കലമുണ്ട്. കലത്തിനകത്ത് വെള്ളം ചൂടാക്കും. അച്ചായൻ കുളി കഴിഞ്ഞ് വരുമ്പം കുളിക്കുന്നതിന് മുന്നേ അന്നൊക്കെ ഉമിക്കിരി കൊണ്ട് കൊടുക്കും. ഈർക്കലി, അതൊക്കെ അമ്മ രാവിലെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പച്ച ഈർക്കലി എടുത്ത് അത് രണ്ടായിട്ട് കീറി ഉമിക്കരി, ചില ഈ പരുത്തിയുടെ ഇല കാണും, ആ പരുത്തിയുടെ ഇലക്കകത്ത് ഇച്ചിരി ഉമിക്കരിയും വെച്ച് മൊന്തക്കകത്ത് വെള്ളവും വെക്കും. അമ്മ ചെയ്യുന്ന കണ്ടതാ. അച്ചായൻ കുളിക്കുന്ന സമയത്ത് അമ്മ അകത്ത് വന്ന് അച്ചായനിടൻ്റെ ബനിയൻ അടിവസ്ത്രങ്ങൾ ഷാപ്പിൽ പോകുന്നിടത്ത് ഈ പുള്ളി ശംഖുമാർക്കിൻ്റെ കൈലിയാണ് ഉടുക്കുന്നത്. ആ കൈലി വസ്ത്രം തോർത്തും വേണം. അതെല്ലാം അമ്മ ആ കട്ടിലേക്കൊണ്ട്. എൻ്റെ അമ്മ ചെയ്യുന്ന കാര്യം എൻ്റെ വീട്ടിലെ കാര്യമല്ലേ പറയുന്നേ. അതുപോലെ അച്ചായന് പഴങ്കഞ്ഞി ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ക്രമീകരിച്ച് ഈ വസ്തി എന്നാ ഞങ്ങളുടെ അവിടെ പറഞ്ഞ വസ്തി. എസ്തേറിൻ്റെ പുസ്തകത്തിലെ അല്ല, വസ്തി. എൻ്റെ കുഞ്ഞളമ്മയുടെ വീട്ടിൽ എനിക്ക് വസ്തിക്കകത്ത് കത്ത് തന്നിട്ടുണ്ട് ഭക്ഷണം. ഞങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ട് വസ്തി. അതിനകത്ത് കഞ്ഞിയും അമ്മ എടുത്ത് വെക്കും, കൂട്ടാനും. അച്ചായനും കുളി കഴിഞ്ഞ്, ചെറിയ വീടാ ഞങ്ങളുടെ വീട്, ഓലപ്പരയാ അന്ന്. പക്ഷെ അമ്മയുടെ ചിട്ട ഇതാ, കയറി വന്ന് ഡ്രസ്സുമൊക്കെ മാറി കഞ്ഞിയൊക്കെ കുടിച്ച്, കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പം കൊട, ടോർച്ച് അതെല്ലാം അമ്മ എടുത്തോണ്ട് വരും. കാരണം രാത്രി ഷാപ്പില്ല, ജോലി കഴിഞ്ഞ് വീട്ടോട്ട് ബോട്ട് കെട്ടി ഇറങ്ങിയിട്ട് ടോർച്ച് വേണം, ഇരുട്ടല്ലേ. 3 ബാറ്ററിയുടെ ടോർച്ച്, ആ ടോർച്ച് കൊട എടുത്തുകൊണ്ട് വെക്കും. അച്ഛൻ ഈ ടോർച്ച് എടുത്ത് കൊട എടുത്തോണ്ട് തിണ്ണയിലോട്ട് ഇറങ്ങുമ്പോൾ അമ്മ ചെരുപ്പ് ഒന്നുകൂടെ തുടച്ചവിടെ ഇടും. എൻ്റെ അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടതാ. എന്നാ എല്ലാവരും നെല്ലും വെള്ളം മുങ്ങിയതുപോലെ ഇരിക്കുന്നേ? ഒരു വള്ളം നെല്ല് അങ്ങ് മുങ്ങിപ്പോയല്ലോ. ബാക്കി ഞാൻ വൈകിട്ട് പറയട്ടെ. ഇച്ചിരൂടെ എടുക്കാനോ? നിങ്ങൾ പോകുമ്പോൾ വല്ലതും പറഞ്ഞ അയാൾ കുറേ നാളായാടെ അമ്മയുടെ വിചാരം. എൻ്റെ അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടുപഠിച്ചതാ. അതെ, പണ്ട് കാലത്തെ അമ്മമാര് മിക്കവരും അങ്ങനാ. എൻ്റെ അമ്മ ചെയ്തത് കൊണ്ടാ കണ്ടാ ഞാൻ പഠിച്ചത്. നിങ്ങളുടെ അമ്മമാരും അങ്ങനെ. നിങ്ങളുടെ വീട്ടിലെ കാര്യം എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഞങ്ങളുടെ വീട്ടിലെ കാര്യം അറിയാവുന്നതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുന്നു. പണ്ടൊരുത്തം പറഞ്ഞ അച്ഛൻ്റെ ഭാര്യ കാര്യം വന്നേ എനിക്ക് എൻ്റെ ഭാര്യ കാര്യം. അമ്മായിയമ്മയും മരുമകളോട് വഴക്കുണ്ടാക്കുക. അന്നേരം അപ്പം വന്ന് പറഞ്ഞ, എടാ നിന്റെ ഭാര്യയോട് അടങ്ങിയിരിക്കാൻ പറയടാ. പിന്നെ അവൻ്റെ ഡയലോഗാ, അച്ഛൻ്റെ ഭാര്യ കാര്യമാണെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യ കാര്യം. എങ്ങനുണ്ട്? അമ്മയുടെ കാര്യത്തിൽ അച്ഛൻ ചൂടാകുന്നല്ലോ, അച്ഛൻ്റെ ഭാര്യയല്ലേ. അങ്ങനെയാണ് എനിക്ക്. എങ്ങനുണ്ട്? അമ്മയിൽ നിന്നാണ് ഇതെല്ലാം പഠിക്കുന്നേ. ചിലപ്പോൾ അമ്മയ്ക്ക് ജോലി തിരക്കാണെങ്കിൽ എന്നോട് പറയടാ അച്ഛൻ്റെ ആ
വസ്ത്രവും അടിവസ്ത്രവും ആ ബനിയനും ആ കയ്യിലെല്ലാം പെട്ടെന്ന് കഴുകിക്കൊണ്ട് വരാൻ പറ. ഞാൻ കഴുകും. അന്നൊക്കെ ആറ്റിക്കൊണ്ടിട്ടാണ് കഴുകുന്നത്. കഴുകും. അമ്മയെ അടിക്കും. അമ്മയുടെ ഭാഷയാ വേലയെടുത്ത് തരുന്നത്. അന്തയുടെ വസ്ത്രം കഴുകാൻ മേലാത്ത നിന്നെ ഞാൻ അടിക്കും അമ്മ. അമ്മയുടെ ഭാഷയാ. ചിലപ്പോൾ നല്ല ഭാഷയല്ലായിരിക്കും. ഇങ്ങനെ തന്നെ പറഞ്ഞ എച്ചിപ്പാത്രം കഴുകി കൊണ്ടുവരുന്ന മനുഷ്യൻ്റെ അടിച്ചൊരിക്കൽ അന്ന് ഞാൻ കഴുകിയില്ല. അമ്മയ്ക്ക് എന്തോ തിരക്കുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ ആ അടിവസ്ത്രവും കയ്യിലും പോയി കഴുകിക്കൊണ്ട് പാടാന്ന് പറഞ്ഞു. ഞാനന്നേരം കളിക്കാനാണോ? അമ്മ പന്ത് കളിക്കുന്നിടത്ത് വന്ന് പന്തിഞ്ഞോട്ടിട്ടുണ്ടെന്ന് അമ്മ പന്ത് എടുത്തോണ്ടിഞ്ഞ് പോന്ന്. കൊച്ചുങ്ങളെല്ലാം അമ്മയുടെ പുറകെ. അമ്മ കൊടുക്കുകയല്ല. അമ്മ അവിടെ നോക്കി നിൽക്കുക. കൊയ്ത്തരിവാളിനുണ്ട് പന്ത് കണ്ടിച്ച്. കൊച്ചുങ്ങൾ വല്ലതും അടുക്കോ? കൊയ്ത്തരിവാളമായിട്ട് തള്ള നിൽക്കുക. നടന്ന കാര്യമായി പറഞ്ഞത്. അപ്പൊ പിള്ളേർ പറഞ്ഞു, നീ പൊക്കോ ഇല്ല നിങ്ങളുടെ അമ്മ പ്രശ്നം ഉണ്ടാക്കും, നീ പൊക്കോ, എന്നെ ഓടിച്ചോട്. ചെന്നപ്പോൾ ഒറ്റ അടി അടിച്ചു എച്ചിപ്പാത്രം കഴുകി വളർത്തുന്നത്. അന്താടാ തുണി കഴുകാൻ മേലാതെ ചേരിയാ പോയി കഴുകടാന്ന് പറഞ്ഞു. അന്നേരം തുണിയായിട്ട് ആറ്റിപ്പോയി കഴുകി. അതായിരുന്നു ഞങ്ങളുടെ അമ്മ. ഇപ്പൊ നിങ്ങൾ എന്തൊക്കെയാ, എൻ്റെ ദൈവമേ ആ തള്ളേനെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. സ്തോത്രം. അങ്ങനെ വളർത്തിയ അമ്മയിൽ നിന്നാ ഇതെല്ലാം പഠിക്കുന്നേ. അപ്പൊ അമ്മമാര് പെൺപിള്ളേരെ ഇതെല്ലാം ശീലിപ്പിക്കണം. പഴയ അമ്മമാര് ചെയ്യുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞേ ചിന്ന് അങ്ങ് നിർത്താം. പകല് ബാക്കി വൈകിട്ട് നിങ്ങളെല്ലാം വരുമല്ലോ. അവൻ പറഞ്ഞു വരുമെന്ന്. അവന് ഇഷ്ടപ്പെട്ട്. സ്തോത്രം. നിങ്ങൾ പഴയ അമ്മ, കോട്ടാലി അമ്മയുണ്ട്, കുഞ്ഞളമാമയുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഞാൻ പറയുന്ന കാര്യം ചെറുപ്പക്കാർക്ക് അത്രയും മനസ്സിലാകുകയല്ല. നിങ്ങൾ കുറച്ചുകൂടെ പണ്ട് കാലത്തൊക്കെ അപ്പൻ ജോലിക്ക് പോയി രാത്രി വരാൻ വൈകുമ്പം പരാധീനതയുള്ള കാലമല്ലേ, ഭക്ഷണമൊക്കെ അമ്മയാണ് വിളമ്പുന്നത്. അപ്പം അമ്മ വിളമ്പുമ്പോൾ ആദ്യം അപ്പന് വിളമ്പി മാറ്റിവെക്കും. മുമ്പേ പറഞ്ഞ വസ്തി അല്ലെങ്കിൽ കിണ്ണം അല്ലെങ്കിൽ തത്തുല്യമായ പാത്രം, അതിനകത്ത് ചിരട്ടത്തവിയ, മംഗലത്തിനകത്താ ചോറ്. അതെ, ചിരട്ടത്തവി കൊണ്ട് വിളമ്പി ആ പാത്രത്തിൽ വെച്ച് പഴയ അമ്മമാർ തവിക്ക് 4 വശം ഒരു അമുക്കുമൊക്കെ ഉണ്ട്. അത് അപ്പനാ. എന്നിട്ട് ഈ കുപ്പിക്കോപ്പ ഇവിടെ എങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല. അതിൻ്റെ സൈഡിൽ ഒരു പച്ച ഡിസൈൻ ഉണ്ട്, കണ്ടിട്ടില്ലേ? കുണ്ടറന്നാട് വരുന്നേ. അതിനകത്ത് കൂട്ടാൻ മീനോ മീൻകറിയോ അല്ലെ എന്തായാലും ആയിക്കോട്ടെ. എന്നിട്ട് ആ വിളമ്പി വെക്കുന്ന ചോറിൻ്റെ അകത്തോട്ട് ഇത് താത്ത് വെക്കും. ഇങ്ങനെ ഒന്ന് വെച്ച് ഒരമുക്കും. എന്നിട്ട് അത് മൂടി ഉറി കണ്ടിട്ടുണ്ടോടാ? കറി കണ്ടിട്ടുണ്ടോ? അതവൻ കണ്ടിട്ടുണ്ട്. അവനെ ഒന്ന് ഉറി കാണിക്കണം. കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ടാ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും ആടെ കിടക്കുന്നു. പുള്ളിയും കണ്ടിട്ടില്ലെന്ന്. ആട്ടെ മുറി കണ്ടിട്ടുണ്ടോ? മുറി ആട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ. അല്ല, അതിന്റെ കുഴപ്പമില്ല. ഇപ്പൊ വീടുകളിലൊന്നും ഇല്ല, ഒരു വീടുകളിലും ഇല്ല. ഉറി എന്നാന്ന് ചോദിച്ചാൽ പിള്ളേർക്കാർക്കും അറിയത്തില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ പാത്രം ആ ഉറിയിൽ വെക്കും. പൂച്ചയൊന്നും കയറാതിരിക്കാനാ, മറ്റു ശല്യം വരാതിരിക്കാൻ. അപ്പൻ രാത്രിയായിട്ടായിരിക്കും ചിലപ്പോൾ, എല്ലാ വീട്ടിലും അല്ല, ചില വീട്ടിൽ അധ്വാനിച്ചേ ജോലിയോ ബിസിനസ്സോ ബത്തപ്പാടോ ആയിരിക്കും. കുട്ടനാട്ടിലൊക്കെ കായൽ കൃഷിയാ, ഒത്തിരി ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അന്നേരം കറണ്ട് ഇല്ലാത്ത വീട്ടിലാണെങ്കിൽ ആ ചിമ്മിനി വിളക്ക്, റാന്തലിന്റെ വിളക്ക് തിരി ഒന്ന് അമ്മ ഇങ്ങനെ ഉറക്കളച്ചിരിക്കും. ചില അമ്മമാർക്ക് കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ അറിയാം. ഞങ്ങളുടെ വല്യപ്പൻ ഉണ്ടായിരുന്ന, വല്യപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യമ്മച്ചിയുടെ ചേട്ടത്തിയുടെ ഭർത്താവാ, കണ്ടത്തിൽ ഗോപാലൻ എന്ന് പറയും. അപ്പം വല്യമ്മച്ചി പറയും, എടി ആണ്ട് അച്ചായം വന്നെന്ന്. അതിനെന്ന് പറയും, പുള്ളി വരുമ്പോൾ കാലിട്ട് 2 കാലിങ്ങനെ മണ്ണ് കുടയുന്നതാ. അന്നേരം വല്യമ്മയ്ക്ക് അറിയാം ആണ്ട് അച്ചായം വന്നെന്ന്.
ഇന്ന് അച്ചായൻ വന്ന് പെരക്കി ചുറ്റും നടന്ന് വിളിച്ച കാറകനിട്ട് തൊഴിച്ചാൽ പോലും പിന്നെ അച്ചായൻ മുറ്റത്ത് വന്ന് കാല് മണ്ണ് കളയുമ്പം ചാമ്പിന് അവസാനം കിടന്ന് ആലറി അപ്പുറത്തുകാർ ലൈറ്റ് ഇട്ട് മോളിയേ മോളിയേ മോളിയേ. അപ്പൊ അയലത്തുള്ളൊരു 3 വീട്ടുകാർ ലൈറ്റ് ഇട്ട് മുറ്റത്തിറങ്ങി. മോളിക്കൊന്നും സ്തോത്രം. അപ്പൊ പണ്ട് അമ്മമാരങ്ങനെ. അപ്പൊ അപ്പം വന്ന് കഴിയുമ്പോഴേ പഴയ അമ്മമാരങ്ങനെ. ഈ കുടുംബജീവിതത്തിന്റെ ചില ഭദ്രതയുണ്ടല്ലോ. പുള്ളി ചിലപ്പോൾ ശുണ്ടിയുള്ള ആളായിരിക്കും, അത്ര നല്ല ആളാന്ന് നിങ്ങൾ പറയത്തില്ലായിരിക്കും, ആയിക്കോട്ടെ. എന്നാൽ ചില നല്ല വിവേകമുള്ള സ്ത്രീകള്, പരിജ്ഞാനമുള്ള പക്വത വന്ന സ്ത്രീകള് കടക് തുറന്ന, അയ്യോ മുഖമെല്ലാം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു, ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലയോ, കണ്ണുമെല്ലാം കുഴിഞ്ഞിരിക്കുന്നു. എന്നോട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്ത് ജോലിയാണെങ്കിലും ഉച്ചയ്ക്ക് മുഖമെല്ലാം വല്ലാതിരിക്കുന്നു, ബാ കയറി വാ, പെട്ടെന്ന് ഒന്നെ കുളിക്കില്ലേ, കാലും മുഖം കഴിച്ച് പെട്ടെന്ന് ബാ ഇരിക്കേ. ഒന്ന് അടേകം വന്നിരുന്ന് ആ ഉറിന്ന് ആ ചോറെടുത്ത്, ചിലപ്പോൾ കൊരണ്ടി ഇട്ടത് ആടിയായിരിക്കും ചില വീടുകളിൽ, അല്ല പായിട്ടായിരിക്കും. അതുകൊണ്ട് താത്ത് വെച്ച് അമ്മയും വന്ന് കുടിക്കാൻ വെള്ളവും വെച്ച് ഭർത്താവിന് അടുക്കലിരുന്ന് ആ ചോറങ്ങോട്ട് വിളമ്പി കൊടുക്കും. വിളമ്പി കൊടുക്കുമ്പോൾ ചില ആ ചായമാര് അതിന് മറുവശമുണ്ട്, നീ കഴിച്ചോ, ഇതിങ്ങനെ കൊടുത്താലേ നീ കഴിച്ചോ. പിന്നെ ചില അമ്മമാർ പറയും, കഴിക്ക്, ഞാൻ കഴിച്ചോളാം, കഴിക്ക്. മുഖമെല്ലാം വല്ലാതിരിക്കുന്നു, ഉച്ചയ്ക്ക് കഴിച്ചില്ല, ലക്ഷണം കാണുമ്പോൾ അറിയാം നിങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല. ഞാനൊരു കാര്യം പറയാം, ഈ പിള്ളേരെ സംരക്ഷിക്കേണ്ടതാ. നിങ്ങളിങ്ങനെ ചോറും കഞ്ഞിയും കുടിക്കാതെ നടന്ന അവസാനം കിടപ്പിലായാൽ ഒരു കുഞ്ഞുങ്ങൾ, പഴയ അമ്മമാർ പറയത്തില്ലേ, പണ്ട് ആചാര്യോട് പറഞ്ഞു, ആചാര്യ പറയും ഭാര്യയോട്, എടി പിള്ളേരെ പട്ടിണിക്കിടരുത്, അതിന് കൊച്ചുങ്ങൾക്ക് കൊടുക്കുക. അന്നേരം പുള്ളി പിന്നെയും പറയും, ശാരദയെ പിള്ളേരെ പട്ടിണിക്കിടരുത്, അതിന് കൊച്ചുങ്ങൾക്ക് ഇയാൾക്ക് കൊടുക്കുകയല്ല. അവസാനം അയാൾ തിന്നാനും കുടിക്കാതെ അസുഖം പിടിച്ച് താണ്ട കിടക്കുന്നു, ജോലിക്ക് പോകാൻ മേല, കൊച്ചുങ്ങൾ പട്ടിണിയായി. അന്നേരം പുള്ളി പറഞ്ഞു, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ പിള്ളേരെ. പുള്ളി കൂർമ്മബുദ്ധിയോടാ പറഞ്ഞത്. വീട്ടിൽ എന്തെടുത്താലും പുള്ളിക്ക് കൊടുക്കുകയല്ല, അമ്മയും മക്കളോട് അങ്ങ്. അതിന് പുള്ളി അലോഗ്യം വരെയൊക്കെയാണ് പുള്ളി പറഞ്ഞ്, ശാരദ പിള്ളേരെ പട്ടിണിക്കര, അതിന് പിന്നെയും കൊച്ചുങ്ങൾക്ക് കൊടുക്കുക, തള്ളയും കഴിക്കും, അയാൾക്ക് കൊടുക്കുകയല്ല. അങ്ങനെ കഴിക്കാതെ കുടിക്കാതെ അയാൾക്ക് അൾസറും എല്ലാം വന്ന അയാൾ അവസാനം ജോലിക്ക് പോകാൻ മേല. അന്നേരം അവർ പറഞ്ഞു, പിള്ളേരെല്ലാം പട്ടിണി കിടക്കുക, നിന്നോട് ഞാൻ എത്ര നാൾ കൊണ്ട് പറഞ്ഞു പിള്ളേരെ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ഈ കുട്ടനാടൻ ശൈലി പറയാം, ഇതൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും തൃപ്തി വരികയല്ല കേട്ടോ. ഞങ്ങളുടെ അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളിപ്പം പറയും അങ്ങനെ വേറെ കൃത്യം ഒന്നും കാണിക്കരുതൊന്നും ശരിയല്ലെന്നൊക്കെ. ഇപ്പം മറുവശം, എല്ലാത്തിനും മറുവശം ഉണ്ടല്ലോ. ഞങ്ങളുടെ അമ്മ ഈ നല്ല മുഴുത്ത കാരിയോ വാളയോ വരാലോ ഒക്കെ കറി വെച്ചാൽ, എന്നൊക്കെ വരാല് കിട്ടും, നല്ല വിളഞ്ഞ വരാല്. ആ വിളഞ്ഞ വരാല് കറി വെച്ച് കഴിയുമ്പോൾ ഇത് പൊലിക്കും, ആ പള്ള രണ്ടും അങ്ങ് കുടുന്ന്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെറിയ വീർപ്പോടെ. അപ്പം അമ്മ ഇത് വിളമ്പുമ്പം ആ നടുക്കത്തെ നല്ല നുറുക്ക് നോക്കിയ മാറ്റി അപ്പന് വെക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുഴുവൻ കേസും സാറായി ഏറ്റെടുക്കുക. അല്ല, നല്ല കാര്യമാ, നമ്മുടെ വീട്ടിൽ കാണുന്നതല്ലേ. പഴയ അമ്മമാരെല്ലാരും അങ്ങനെ. ചിലപ്പോൾ അപ്പൻ മദ്യപിക്കുന്ന അപ്പനായിരിക്കും, ശുണ്ടിയുള്ളവനായിരിക്കും, വല്ലപ്പോഴും ഒക്കെ രക്ഷിക്കപ്പെട്ടത്. അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ തള്ളക്കിട്ട് 2 പെട. എന്നാലും അമ്മ ചെയ്യുന്ന വിധവിധ. അമ്മയിൽ നിന്നാ ഇതെല്ലാം പഠിക്കുന്നത്. സ്തോത്രം. പഴയ അമ്മമാരങ്ങനെ അത് അടുത്തിരുന്ന് വിളമ്പി കൊടുക്കും. മെഴുക്ക് പുരട്ടിയും കൂടെ അങ്ങോട്ടിട്ട് കഴിക്കുക. നിങ്ങൾ ആ ചാറ് കൂടെ അങ്ങോട്ട് എടുക്ക്, നല്ല പച്ചത്തേങ്ങ അരച്ച് വെച്ചതാ,
ഞാൻ കടുകും താളിച്ചതാ. ഉടനെ അപ്പം ചോദിക്കും, നീ കഴിച്ചോ? ഞാൻ കഴിച്ചോളാം, ഇങ്ങോട്ട് കഴിക്കുക, ഞാൻ ഉച്ചക്കൊക്കെ കഴിച്ചതാ, നിങ്ങൾ കഴിക്കുക, നിങ്ങളുടെ മുഖമെല്ലാം വല്ലാതിരിക്കുന്നു. അപ്പം ചില അപ്പന്മാര് അത് മൊത്തം കഴിക്കത്തില്ല, ആ വസ്തിയുടെ സൈഡിൽ കുറച്ച് വെക്കും, കൂട്ടാനും മൊത്തം തീർക്കുകയില്ല. എന്നിട്ട് കഴിച്ച രണ്ട് ഏമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് നിറഞ്ഞടിയുന്നു. അപ്പൻ എഴുന്നേറ്റ് പോകുമ്പോൾ അമ്മ ആ ബാക്കി വരുന്ന ആ ചോറും, ചിലപ്പം വയറ് നിറയാനില്ലായിരിക്കും, പക്ഷെ അത് നല്ല തൃപ്തിയാ. പിന്നെ വേറെ കാര്യമുണ്ട്, അപ്പൻ്റെ പ്ലേറ്റും അതുപോലെ ആയിരിക്കും, ഉമ്മ കന്നുകാലി തിന്നുന്ന പോലൊന്നും. അങ്ങനെയുണ്ട്. ചെല്ല് കഴിച്ചേച്ച് ആ പ്ലേറ്റ് നമ്മളില്ല അതുകൊണ്ട് എടുത്തോണ്ട് പോകണം. അല്ലേ നമ്മൾ ഈ പിന്നെ മെറ്റിലും ഇതെല്ലാം കൂടെ കോരാനായിട്ട് ഇങ്ങനെ വെക്കുകയല്ലേ, എന്നാ അതിന് പറഞ്ഞേ? ഷവൽ. ആ, ചേട്ടൻ്റെ പ്ലേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയ്യോ, അല്ലെ വന്നതുകൊണ്ട് അതുകൂടെ പറയാം. ആവശ്യമുള്ളതേ മേടിക്കാവൂ. ഒരു തുള്ളി കൂട്ടാൻ കളയരുത്, ഒരു ചോറ് പോലും കളയരുത്. ചെല്ലിങ്ങനെ മൊത്തം അങ്ങ് മേടിക്കും, മുഴുവൻ മേടിച്ച് വെച്ചേച്ചങ്ങിട്ട് കുഴയാ. ഞാനിവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ കുറ്റമല്ല, ആവശ്യത്തിന് കഴിച്ചോണം. അത് ഇവിടെ ആന്നേലും എവിടെ ആന്നേലും കളയരുത്. അല്പം ആഹാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാ. മനസ്സിലായോ? നമ്മളിവിടെ ചില സമയത്ത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം ബാക്കി വരുമ്പോൾ അത് ജിനുവും ഷാനും ഒക്കെ ചേർന്ന അത് പെട്ടെന്ന് അത് പാഴ്സലാക്കി ഇവിടെ എല്ലാം കൊണ്ട് റോഡിൽ കടയിലൊക്കെ ഇരിക്കുന്ന സാധുക്കളാവുന്നവർ കൊണ്ട് എന്ത് കാര്യത്തോടാണ് അവർ മേടിക്കുന്നതെന്നറിയാവും. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറയും. വീട്ടിലാണെങ്കിലും നമ്മൾ ഏതായാലും കല്യാണത്തിന് പോയാലും നമുക്ക് ആവശ്യമുള്ളതേ കഴിക്കാം, കളയരുത്. ചിലരാ കഴിക്കുന്ന കൈ കൊണ്ട് തന്നെ ഈ വിവരദോഷികളുടെ എല്ലാം ചിലരാ കടിക്കുന്ന കൈ കൊണ്ട് തന്നെ സ്പൂണേലും പിടിക്കും. പിന്നെ വേറെ ആർക്കും മതി പഠിപ്പിക്കണം, ശീലിപ്പിക്കണം. ഭർത്തൃപ്രിയര്, പുത്രപ്രിയര്, പിന്നെ യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാരിവൃത്യമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന്. അപ്പോൾ അമ്മമാര് പെൺപിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം.